ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഹെവി എനർജിയാണ്, ഭയങ്കര ദേഷ്യത്തിലാണ് ഇവർ ഉള്ളത്. ഈ ഒരു ദേഷ്യ സമയത്ത് ഇവർ എന്താണോ തീരുമാനം എടുക്കുന്നത് പിന്നീട് അത് തെറ്റായി തന്നെ ഇവർക്ക് ഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർ ഒന്ന് ദേഷ്യം കൺട്രോൾ ചെയ്താൽ കൊള്ളാമായിരുന്നു. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ അവരോട് പറയുക ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്നൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം മെസ്സേജോ കോളോ ചെയ്യാനുള്ള വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. കാരണം നിങ്ങൾക്ക് വേണ്ടി വളരെ പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം, എന്തോ ഒരു സിറ്റുവേഷൻ, അത് ചിലപ്പോൾ തേർഡ് പാർട്ടിയോടായിരിക്കും ഈ ഒരു ദേഷ്യം. അത് കാരണമായിരിക്കാം ഇവർ ഭയങ്കരമായിട്ട് എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവർ ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഒന്നും തന്നെ ആലോചിക്കാതെ മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കാണും. അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് അവർ ഇപ്പോഴായിരിക്കും അനുഭവിക്കുന്നത്. കാരണം ഇവിടെ ഇവരുടെ എന്തെങ്കിലും സിറ്റുവേഷനിൽ, മോശം സിറ്റുവേഷനിൽ ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രശ്നം അനുഭവിക്കേണ്ട അവസ്ഥ വന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, ദേഷ്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, പിന്നെ നമ്മൾ മോശമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അന്ന് ഞാൻ ആ ഒരു തീരുമാനം ദേഷ്യത്തിലെടുത്തത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഒരു മോശം അവസ്ഥ വന്നത് എന്ന് അപ്പോൾ ചിന്തിക്കും. അതേ അവസ്ഥയിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ടവർ മൂവ്മെൻറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, എനിക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻ എന്താക്കണമെന്ന്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഇവർ ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിന്ന് പുറത്തു വരുവാൻ പോവുകയാണ്, അതായത് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ കാർമിക് സിറ്റുവേഷൻ റിലീസാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെ കൂടെയാണോ ബാഡ് കർമ്മ അസോസിയേറ്റ് ആയിട്ടുള്ളത് അവിടെ ആ ഒരു റിലീസിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ ആയത് എന്നതിൻ്റെ കാരണം എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന, ഇവർ ദേഷ്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനം കാരണമാണ് ഇപ്പോൾ ഈ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷൻ അവർ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം വളരെ മോശമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അതുകൊണ്ട് ഈ ഒരു സമയം എന്ത് ഡിസിഷൻ എടുക്കുന്നെങ്കിലും ഒന്ന് ഒരിക്കൽ കൂടെ ഇവർ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം പറയുകയാണ് എങ്കിൽ നിങ്ങൾ പറയുക, ഇപ്പോൾ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, പിന്നെ നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ പറയുക. കാരണം ഈ സമയം ഇവർ ശാന്തമായിട്ടിരിക്കുന്നതാണ് നല്ലത്, ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയണം ഇപ്പോൾ എടുക്കരുത് എന്ന് ഒരു ഡിസിഷനും. കാരണം എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇവിടെ കുറേ അങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ട് ഇപ്പോൾ ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ടുള്ള എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാരും രണ്ട് സിറ്റുവേഷനിൽ സഫറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കും രണ്ട് സിറ്റുവേഷൻ, അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കും രണ്ട് സിറ്റുവേഷൻ. ഇവിടെ ആ രണ്ട് സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ. ഇവിടെ കുറേ കപ്പിൾസിൻ്റെ ഇടയിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുമെന്നും കാണാൻ സാധിക്കുന്നു. ഇവിടെ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ കുറച്ചൊന്ന് കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. വരാൻ പോകുന്ന സമയം ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നതാണ് ഇവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യത്തിൽ. അതായത് ഇവർക്ക് തെറ്റ് പറ്റിപ്പോയി, ആ ഒരു സമയം അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങളോട് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ആർക്ക് അവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവർ എന്താണോ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സമയത്ത് പറയുന്നത് നിങ്ങളപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യുക, മനസ്സിൽ വച്ചുകൊണ്ടിരിക്കേണ്ട. ആ ഒരു സമയത്തെ എനർജിയിൽ അവർ പറയുന്നതാണ് എന്ന് വിചാരിക്കുക.
ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ്. നിങ്ങളോട് ഇവർ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാക്കിയിട്ട് അവർ പോയിട്ടുണ്ട് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വില മനസ്സിലാക്കി അവർ എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് റിയലൈസേഷൻ ഉണ്ടായി അവർ തിരികെ നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനും കമ്മിറ്റ്മെൻറ്റും റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർക്കൊരു ഹോപ്പുണ്ട്. എന്ത് മോശം സിറ്റുവേഷൻ ആണെങ്കിലും എനിക്കത് മറികടക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഹോപ്പുണ്ട് ഇവർക്ക്. ഇവരുടെ കൂടെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അനിമൽസ്, ഇവരുടെ യങ് സിസ്റ്റേഴ്സ്, ഇവരുടെ കൂടെയുള്ള ഇവരുടെ ആ ഒരു ബ്ലെസ്സിങ് കിട്ടുന്ന ആ ഒരു ശക്തി, ഏത് ദിവ്യശക്തി എന്നാണ് ഇവർക്ക് ബ്ലെസ്സിങ് കിട്ടുന്നത്, ഇവർ ആരാണോ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദിവ്യശക്തി എല്ലാം ഇവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇവർക്കൊരു ധൈര്യമുള്ളത്, ഒരു ഹോപ്പുള്ളത്. എന്തായാലും എനിക്ക് ഈ മോശം സിറ്റുവേഷൻ മറികടക്കുവാൻ സാധിക്കുമെന്നുള്ള ഹോപ്പ് ഇവർക്കുള്ളത് അതുകൊണ്ടായിരിക്കാം. ഇവർ ഹോപ്പ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ബെസ്റ്റായിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് എന്നാണ്, നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഒരു ദിവ്യമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, സോള് തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉള്ള ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ പ്യുവറും അതായത് ഡിവൈൻ ഗൈഡഡ് ആയിട്ടുള്ളതുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളാണ് ആ ഒരു വ്യക്തി, ഇവരെ എപ്പോഴും മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എത്ര നിങ്ങളെ വഴക്കിട്ട് പോയാലും തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളെപ്പോലെ ഇവരെ മനസ്സിലാക്കാൻ വേറെ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ പരസ്പരം ഒരാൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കൂടെ മാത്രമേ ഇവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇവരില്ല എങ്കിൽ ദുഃഖിക്കും, അതേപോലെ അവരും നിങ്ങളില്ല എങ്കിൽ ദുഃഖിക്കും. പരസ്പരം നിങ്ങൾ ഒന്നായാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഉണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റീസെൻറ്റ് പാസ്റ്റിൽ എന്തെങ്കിലും വഴക്ക് ഉണ്ടായിട്ടുണ്ട്, ദേഷ്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് തെറ്റാണെന്ന് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞതാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ പറഞ്ഞതാണെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളോട് വഴക്കിട്ട് പിരിയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു യൂണിവേഴ്സിൻ്റെ എനർജി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഇവരെ തള്ളിവിടുന്നു. അതാണ് ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള ശക്തി ഇടപെടുന്നത്. കാരണം നിങ്ങളിലേക്ക് ഇവർ വീണ്ടും ആകർഷിതരായി, വീണ്ടും അട്രാക്ഷൻ തോന്നി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇവർ വരുന്നു. നിങ്ങളോട് ഇവർ എന്തൊക്കെ മോശം പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം ഫീലാകുന്നു, ഒരു ഗൈഡൻസും ഇല്ലാതെ തന്നെ ഫീലാകുന്നുണ്ട്. എത്ര ഞാൻ എൻ്റെ പേഴ്സണിൽ നിന്ന് അകന്നാലും എൻ്റെ പേഴ്സണിൻ്റെ അടുത്തേക്ക് തന്നെ എനിക്ക് പോകാൻ തോന്നുന്നു എന്നുള്ള കാര്യം ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.